കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ ആദ്യ മണിക്കൂറിൽ പൊതുവെ സമാധാനപരം. സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നു. ചിലയിടങ്ങളിൽ റോഡിൽ ടയർ കത്തിച്ച് ഗതാഗതം തടസ്സപ്പെടുത്താൻ നീക്കമുണ്ടായി. കടകൾ തുറക്കുമെന്ന് വ്യാപാരി സംഘടനകൾ അറിയിച്ചു. കോഴിക്കോട് നിന്ന് ജോഷില ചേരുന്നു വിവരങ്ങളുമായി. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിനെ പാടെ തള്ളിക്കളയുക എന്നുള്ള നിലയിലേക്കാണ് ജനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ പോലും ഇന്നലെ വൈകുന്നേരം അടക്കം കോഴിക്കോട് ജില്ലയിൽ പരക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഭീതിയിലാഴ്ത്തുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് BJP അടക്കമുള്ള സംഘടനകൾ നീങ്ങിയിട്ടുള്ളത്. ഇന്നലെ സംഘപരിവാർ സംഘടനകൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളിൽ പരക്കെ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. കോഴിക്കോട് മാനാഞ്ചിറയിൽ അടക്കം ഉള്ള പരിസരങ്ങളിലുള്ള കടകളിലും പരിസരത്ത് നിന്ന് യാത്രക്കാരന് നേരെയും അടക്കം ഭീഷണികളും അതുപോലെ മർദ്ദനങ്ങളുമായാണ് ഇന്നലെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പോലും മുന്നോട്ട് നീങ്ങിയത്. അത് ഇന്നത്തെ ഹർത്താലിൽ ഒരു ഭീഷണി ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഇന്ന് ഹർത്താലിനെ തള്ളിക്കൊണ്ട് വ്യാപാരി വ്യവസായി സംഘടനകൾ അടക്കം ഹർത്താലിനെ തള്ളുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് കടകൾ തുറക്കാൻ അവർ സന്നദ്ധരുമായിരുന്നു. എന്നാൽ കടകൾ തുറപ്പിക്കില്ല എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പരക്കെ ആക്രമണം നടത്താനുള്ള നീക്കങ്ങളാണ് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് KSRTC ബസ്സുകൾക്ക് നേരെ ആക്രമണമുണ്ടായി, കൊയിലാണ്ടിയിൽ ആക്രമണമുണ്ടായി. അതുപോലെ തന്നെ CIയുടെ വാഹനത്തിന് നേരെ കൊയിലാണ്ടിയിൽ ആക്രമണമുണ്ടായി. പേരാമ്പ്ര കുന്നമംഗലം ഭാഗങ്ങളിലും KSRTC ബസ്സുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറക്കില്ല എന്നുള്ള വാശിയോടുകൂടി ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ കുന്നമംഗലം അടക്കമുള്ള ഭാഗങ്ങളിൽ, പാറോപ്പടി അടക്കമുള്ള ഭാഗങ്ങളിൽ റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന അവസ്ഥയുണ്ടാക്കി. ഇതൊക്കെ തന്നെ ഒരു ഭീഷണിയുടെ നിലയിലേക്ക് സംഘപരിവാർ സംഘടനകൾ നീങ്ങുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ, അതായത് 6 മണി മുതലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. എന്നാൽ 6 മണിക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ടയറുകൾ റോഡിൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായും ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക, ഭീതിപ്പെടുത്തുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് സംഘപരിവാർ സംഘടനകൾ നീങ്ങുന്നുള്ളത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഒരു ഹർത്താൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഞങ്ങൾ ഇത്തരത്തിലാണ് ആക്രമണങ്ങൾ സംഘടിപ്പിക്കും എന്നുള്ള ഒരു രീതിയാണ് ഞങ്ങൾ തുടരുന്നത് എന്ന് കാണിക്കാനായി ഹർത്താലിന്റെ തലേ ദിവസം ആക്രമണങ്ങൾ നടത്തുക, ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക, ഹർത്താലിന്റെ തലേ ദിവസം തന്നെ കടകൾ അടക്കാൻ വേണ്ടി ജനങ്ങളോട് കടക്കാരോട് ആവശ്യപ്പെടുക, ഇത്തരത്തിലേക്കുള്ള ഒരു നടപടികളിലേക്കാണ് സംഘപരിവാർ സംഘടനകൾ നീങ്ങുന്നത്. ജനങ്ങൾ പാടെ തള്ളാൻ ആഗ്രഹിച്ച ഒരു ഹർത്താലായിരുന്നു ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വ്യാപാരികളടക്കമുള്ള സംഘടനകൾ, ഹോട്ടലുകൾ ഉൾക്കൊള്ളുന്ന സംഘടനകൾ ഹർത്താലിനെ തള്ളിക്കൊണ്ട് മുന്നോട്ട് വന്നത്. ഹർത്താലിനെ തങ്ങൾ തള്ളും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് അവർ മാധ്യമങ്ങളോടടക്കം പറയാൻ തയ്യാറായിട്ടുള്ളത്. എന്നാൽ പോലും ഇന്ന് കടകൾ തുറപ്പിക്കില്ല എന്നുള്ള ഒരു ഭീഷണി ഇന്നലെ മുതൽ ഇവർ ഭീഷണിയുടെ പ്രയോഗങ്ങളാണ് ഇന്നലെ മുതൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ കടകളിലേക്ക് കയറി ഭീഷണി മുഴക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വരുന്ന നഷ്ടം എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്ക വ്യാപാരികൾക്കുണ്ടായിട്ടുണ്ടാവണം. സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കില്ല, ഞങ്ങളുടെ ഭീഷണിക്കുള്ളിൽ വഴങ്ങണം എന്നുള്ള രീതിയിലേക്കാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് ആക്രമണങ്ങളെ കൊണ്ടുപോകാൻ സംഘപരിവാർ സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു ഇന്നലെ ഒരു യാത്രക്കാരിയെ സിനിമ കാണാനായി കുടുംബസമേതം കുട്ടികൾക്കും ഭർത്താവിനുമൊപ്പം എത്തിയ യാത്രക്കാരിയെ കല്ലെറിയുന്ന അവസ്ഥ വരെ ഉണ്ടായി. അവർ കല്ലേറിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഒരവസ്ഥയുണ്ടായി. അത്തരത്തിൽ സ്ത്രീകളെ അടക്കം ആക്രമിച്ചുകൊണ്ട് ആരെയും തങ്ങൾ ഉപദ്രവിക്കും എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇന്നലെ വരെ സംഘപരിവാർ സംഘടനകൾ നീങ്ങിയിട്ടുള്ളത്. അതിന്റെ ഒരു പ്രതിഫലനം എന്ന് വേണം ഇന്ന് രാവിലെ മുതൽ റോഡുകളിൽ ടയർ കത്തിച്ചിട്ട് ഒരു ഭീഷണിയുടെ പ്രതീകാത്മകമായ ഒരു ഭീഷണി ഉണ്ടാക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ ചെയ്യുന്നത്. എന്നാൽ പോലും ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ വന്ന എക്സിക്യൂട്ടീവ് ട്രെയിനിലടക്കം അത്യാവശ്യം യാത്രക്കാരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കഴിയാവുന്ന രീതിയിൽ യാത്രക്കാരും അതുപോലെ തന്നെ ജോലിക്കാരും എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇവരെയൊന്നും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും അനുവദിക്കാത്ത രീതിയിൽ, തങ്ങളുടെ ജോലി ചെയ്യാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ BJPയും RSSും എന്താണോ വിചാരിച്ചത് അത് നടപ്പിലാക്കും എന്നുള്ള രീതിയിലാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലി ചെയ്യാൻ അനുവദിക്കാതെ, കടകൾ തുറക്കാൻ അനുവദിക്കാതെ, കടകൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ചവരെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കടകൾ പൂട്ടുന്ന
ഒരു അവസ്ഥയിലേക്കാണ് സംഘപരിവാർ സംഘടനകൾ ഇന്നത്തെ ഹർത്താലിനെ മാറ്റിയിരിക്കുന്നത്. അതേസമയം തന്നെ കൃത്യമായും കടകൾ തുറന്ന് അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിച്ച് ഈ ഹർത്താലിനെ തള്ളണമെന്നുള്ള ആഗ്രഹം ജനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് ട്രെയിനുകളിലും അതുപോലെ തന്നെ ബസ്സുകളിലും യാത്ര ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് എത്തിയവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലബാറിൽ നിന്ന് പ്രത്യേകിച്ച് കോഴിക്കോട് നിന്നുള്ള ഒരു പൊതുചിത്രമാണ് ജോഷ്ല ഇപ്പോൾ നൽകിയത്. ഇപ്പോൾ രാജ്കുമാർ കൂടി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, കൊല്ലത്ത് എങ്ങനെയാണ് സ്ഥിതിഗതികൾ? സർവീസ് നടത്തുന്നില്ല. ഇന്നലെ 13 ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി, ചില്ലുകൾ തകർന്നിട്ടുണ്ട്. സർവീസ് മുടങ്ങിയതിന് ഇന്നലെ പലയിടത്തും അപ്രഖ്യാപിത ഹർത്താൽ വന്നതോടെ പലയിടത്തും സർവീസ് മുടങ്ങി. ഇതിന്റെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് KSRTCക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്വകാര്യ വാഹനങ്ങൾ ഇപ്പോഴും നിരത്തിലുണ്ട്. ഈ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നില്ല. വ്യാപാരികൾ 10 മണിക്ക് ശേഷം കടകൾ തുറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളതെങ്കിലും എത്രമാത്രം ഇവർ ഇതുമായി സഹകരിക്കും അല്ലെങ്കിൽ അങ്ങനെ തുറക്കാൻ ധൈര്യപ്പെടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. 11 മണിയോടുകൂടിയാണ് RSS പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ പട്ടാഴിയിലും കുണ്ടറയിലുമൊക്കെ CPM പാർട്ടി ഓഫീസിന് നേരെ ഇന്നലെ രാത്രി ആക്രമണമുണ്ടായി. കല്ലേറിൽ പോലീസ് വാഹനങ്ങളും തകർന്നിട്ടുണ്ട്. ഏതാണ്ട് 15ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ്, അവർ CI, SI ഉൾപ്പെടെ 15ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇത് കല്ലേറിൽ മാത്രമല്ല, കൊട്ടിയത്ത് CIക്കും SIക്കും നേരെ വളഞ്ഞിട്ടിവരെ RSS പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. അതിൽ SIയുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളിയിൽ 6 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും DYFI പ്രവർത്തകരെയും ആക്രമിച്ചു. പൊതിച്ചോറുമായി വന്ന ജില്ലാശുപത്രിയിലേക്ക് സൗജന്യ ഭക്ഷ്യവിതരണമായി പൊതിച്ചോറുമായി എത്തിയ DYFI പ്രവർത്തകരുടെ വാഹനം തടയുകയും അവിടെ പ്രവർത്തകരെ ആക്രമിക്കുകയുമായിരുന്നു. നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പത്തനാപുരത്തും കൊട്ടാരക്കരയിലും മറ്റും വാഹനങ്ങൾ തടയുകയും സ്വകാര്യ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടാകാനും പരാതിയിൽ പറയുന്നുണ്ട്. ശരി, രാജ്കുമാറാണ് കൊല്ലം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു പൊതുചിത്രം ഇപ്പോൾ നൽകിയത്. ഈ ഘട്ടത്തിൽ ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി നമ്മളോടൊപ്പം ചേർന്നുണ്ട്. ഷാജഹാൻ, ആലപ്പുഴയിൽ ഇന്നലെ തന്നെ ചില റൂറൽ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് BJP പ്രവർത്തകർ ഉള്ള സ്ഥലങ്ങളിൽ വലിയ അക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് സ്ഥിതിഗതികൾ എങ്ങനെയാണ്? പോലീസ് നിയന്ത്രണം കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ആലപ്പുഴ ജില്ലയിൽ പൊതുവെ ആക്രമണ സ്വഭാവമായിരുന്നു കഴിഞ്ഞ ദിവസം. ഹർത്താലിന് കഴിഞ്ഞ ദിവസം ജോലികൾ ശബരിമലയിൽ പ്രവേശിച്ചതിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചത് പ്രധാനമായിട്ടും അവർക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നത്. ഇന്നും വ്യത്യസ്തമായ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പല വ്യാപാരി വ്യവസായികളെയും ഫോണിലൂടെയും മറ്റും വിളിച്ചാണ് ഭീഷണിപ്പെടുത്തുന്നത്. കടകൾ തുറക്കാൻ ശ്രമിച്ചാൽ അത് തല്ലി തകർക്കുമെന്നുള്ള ഒരു ഭീഷണികൾ പല ഭാഗത്തു നിന്നും അവർ ഉയർത്തുന്നുണ്ട്. എങ്കിൽ പോലും കടകൾ തുറന്നു പ്രവർത്തിക്കാൻ വ്യാപാരി സംഘടനകൾ തയ്യാറായിട്ടുണ്ട്. അവർ രാവിലെ കടകളൊന്നും തന്നെ തുറന്നു പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പോലും 10 മണിക്ക് ശേഷം കടകളൊക്കെ തുറന്നു പ്രവർത്തിക്കും. പക്ഷെ അത്തരത്തിൽ ഒരു തയ്യാറെടുപ്പുകൾ വ്യാപാരി വ്യവസായികളുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ പോലും അത് ചെറുക്കുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ജില്ലാ പോലീസ് മേധാവി നൽകിയിട്ടുണ്ട്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ ഇന്ന് രാവിലെ മുതൽ ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി ഷാജഹാൻ, ഏതായാലും ആലപ്പുഴയിൽ 10 മണിക്ക് ശേഷം കടകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള നീക്കം വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ട്. അത്തരമൊരു തീരുമാനത്തിന്റെ ഭാഗമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഷാജഹാൻ ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ. ഇനി കൊച്ചിയിൽ നിന്ന് വിഷ്ണു പ്രസാദ് നൽകും അവിടെ നിന്നുള്ള ഒരു പൊതുചിത്രം. ഹർത്താൽ ആരംഭിച്ച് ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ ദേശീയപാത സജീവമാണ്. ചെറുവാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ റോട്ടിലിറങ്ങിയിട്ടുണ്ട്. KSRTC ബസ് രാവിലെ സർവീസ് നടത്തിയില്ല എങ്കിലും 9 മണിക്ക് ശേഷം ദീർഘദൂര റൂട്ടുകളിലേക്കുള്ള സർവീസുകളെ പറ്റി ആലോചിക്കാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ളവ ഇന്ന് സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ നെടുമ്പാശ്ശേരി, ആലുവ ഭാഗങ്ങളിൽ പോലീസ് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് എത്തേണ്ട യാത്രക്കാരെ യഥാസമയം കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ എയർപോർട്ടിൽ നിന്നുള്ള ടാക്സി സർവീസുകളും പുരോഗമിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ തടസ്സപ്പെടുകയാണെങ്കിൽ മാത്രമേ സർവീസുകൾ നിർത്തിവെക്കുകയുള്ളൂ എന്ന് ടാക്സി ഡ്രൈവേഴ്സ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എറണാകുളം നഗരത്തിൽ രാവിലെ തൊട്ട് റോഡിൽ തിരക്ക് അത് അനുഭവപ്പെടുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളെല്ലാം നിരത്തിലിറങ്ങുന്നുണ്ട്. 9 മണിക്ക് ശേഷം KSRTC നിരത്തിലിറങ്ങും. ഇന്നലെ
വ്യാപകമായ അക്രമം എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നു. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഉൾപ്പെടെ RSS മർദ്ദിച്ചിരുന്നു. ഇവരുടെ ഭർത്താവിനെ മർദ്ദിച്ചിരുന്നു. ആലങ്ങാട് CPIM പാർട്ടി ഓഫീസിന് നേരെ ഇന്നലെ രാത്രി കല്ലേറുണ്ടായി. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങളെല്ലാം RSS നടത്തുമ്പോഴും ജനകീയമായി ഈ ഹർത്താലിനെതിരെ ഒന്നിച്ചു പോരാടാനാണ് ജനങ്ങളുടെ തീരുമാനം. വ്യാപാരികൾ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, യാതൊരു തരത്തിലും ഹർത്താലിനോട് അനുകൂല നിലപാടെടുക്കില്ല. സമാന വിഷയത്തിൽ അനാവശ്യമായി നടത്തുന്ന ഹർത്താലാണിതെന്നും 49 വ്യാപാരി വ്യവസായി സമിതികളുടെ സംയുക്ത സമിതി അറിയിച്ചിട്ടുണ്ട്. ഈ ഹർത്താലിനോട് യാതൊരു തരത്തിലും യോജിക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഇന്ന് തുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതാനും സ്ഥാപനങ്ങൾ തുറന്നു കഴിഞ്ഞു. ഇവയ്ക്കെല്ലാം ആവശ്യമായ പ്രൊട്ടക്ഷൻ പോലീസും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർത്താൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജനകീയമായി നേരിടുന്ന കാഴ്ചയാണ് എറണാകുളത്ത് നിന്നുള്ളത്. പോലീസും ജാഗരൂകമായി ഇരിക്കുന്നതോടുകൂടെ ഹർത്താലിന്റെ പിന്നിൽ അക്രമങ്ങൾ അഴിച്ചുവിടാനുള്ള സംഘപരിവാറിന്റെ സംഘടിത നീക്കം ഇവിടെ അമ്പെ പരാജയപ്പെടുമെന്നത് ഉറപ്പിച്ചിരിക്കുകയാണ്. എറണാകുളത്തിന്റെ ഒരു പൊതുസ്ഥിതിയാണ് വിഷ്ണുപ്രസാദ് നൽകിയത്. ഇനി കണ്ണൂരിൽ നിന്ന് M സന്തോഷ് കൂടി ചേരുന്നുണ്ട് അവിടുത്തെ വിശദാംശങ്ങളുമായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലെസ്ലി ചേരുന്നുണ്ട് തത്സമയം. ലെസ്ലി, ഇപ്പോൾ എവിടെയാണ്? എന്താണ് തിരുവനന്തപുരത്തിന്റെ ഒരു പൊതുസ്ഥിതി ഇപ്പോൾ പറയാനുള്ളത്? ആനന്ദ്, UDF-ന്റെ കരിദിനവും BJP സംഘപരിവാർ സംഘടനയുടെ ഹർത്താലും ജനജീവിതത്തെ വലിയ തോതിൽ ബാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. യാത്രാ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പോലീസിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് RCC മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാരെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമകരമായ കാഴ്ച. ഇത് രാവിലെ 5 മണി മുതൽ തുടങ്ങിയ പ്രക്രിയയാണ്. ഇത്തരത്തിൽ പോലീസ് ജീപ്പുകളിലും സ്വകാര്യ വാഹനങ്ങളിലും KSRTC സർവീസ് നടത്താതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസുകാർ തന്നെയാണ് ഇത്തരത്തിൽ അവരുടെ പോലീസ് ജീപ്പ് വാഹനങ്ങൾ ഒരുക്കിക്കൊണ്ട് യാത്രക്കാരെയും RCC ഉൾപ്പെടെയുള്ള ശ്രീചിത്ര മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും എല്ലാം തന്നെ എത്തിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. വലിയ തോതിലുള്ള യാത്രാ ബുദ്ധിമുട്ട്, യാത്രാക്ലേശം മാത്രമാണ് ഹർത്താലുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും കാണാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ യാത്രയ്ക്കിടയിൽ മരണപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. രാവിലെ മാവേലി എക്സ്പ്രസിൽ എത്തിയ ഒരു രോഗിയായ സ്ത്രീ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. വയനാട് ജില്ലയിൽ നിന്നുള്ള ഫാത്തിമ എന്ന 64-കാരിയാണ് ട്രെയിനിൽ ദാരുണമായി മരിക്കാൻ ഇടയായത്. ഇവർ ചികിത്സയ്ക്കായി ശ്രീചിത്രയിലേക്ക് എത്തുന്ന ഘട്ടത്തിലായിരുന്നു മാവേലി എക്സ്പ്രസിൽ കുഴഞ്ഞു വീഴുകയും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് ആംബുലൻസിൽ ഇവരെ ജനറൽ ആശുപത്രിയിൽ എത്തുകയും ചെയ്തിരുന്നു. ഗുരുതരാവസ്ഥയെ തുടർന്ന് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ അക്രമം ഉണ്ടാകുന്ന സാഹചര്യവും നിലനിന്നിരുന്നു. പ്രധാനമായും അക്രമമുണ്ടായത് രാവിലെ KSRTC ബസ്സിന് നേരെ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിന് നേരെ കല്ലേറുണ്ടായി. കണിയാപുരത്ത് ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരുന്ന KSRTC കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളുടെ ചില്ലുകളാണ് അക്രമികൾ എറിഞ്ഞ് പൊട്ടിച്ചത്. ഒപ്പം തന്നെ വനിതാമതിലിന്റെ ഭാഗമായി മാറിയ BJP അനുഭാവി കൂടിയായ യുവതിയുടെ വീടിന് നേരെ പേയാട് ആക്രമണം നടന്നു. ഇവരുടെ വീട്ടിലെ വാഹനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഒപ്പം തന്നെ ഇവരുടെ ഭർത്താവിന് കാര്യമായ പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ 2 സംഭവങ്ങളാണ് ഇതുവരെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വ്യാപകമായി ജില്ലയിൽ അക്രമം നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ പോലീസ് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രി തന്നെ ചീഫ് സെക്രട്ടറി ടോം ജോസ് എല്ലാ കളക്ടർമാരുമായും വീഡിയോ കോൺഫറൻസിലൂടെ കൃത്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അഡീഷണൽ മജിസ്ട്രേറ്റുമാരെ വിന്യസിപ്പിച്ചുകൊണ്ട് അക്രമം തടയുക, സുരക്ഷ കൂടുതൽ കാര്യക്ഷമമായി ഉറപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ചീഫ് സെക്രട്ടറി നൽകിയിരുന്നത്. ഒപ്പം തന്നെ പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അക്രമികൾ ഉണ്ടാകുകയാണെങ്കിൽ ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടിക്കൊണ്ട് പിഴ ഈടാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആണ് പോകേണ്ടത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും UDF-ന്റെ കരുദിനവും ഒപ്പം തന്നെ സംഘപരിവാർ
സംഘപരിവാർ സംഘടനയുടെ ഹർത്താലും വലിയ തോതിൽ ജനത്തിൻ്റെ യാത്രാക്ലേശം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ചാല കമ്പോളത്തിൽ വ്യാപാരികൾ കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുന്ന സാഹചര്യം ആണുള്ളത്. ചെറുകിട വ്യാപാരികൾ ഹർത്താലിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ചാല കമ്പോളം സാധാരണഗതിയിൽ ഇന്നും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എല്ലാ കടകളും തുറന്നിരിക്കുന്നു. അവർ ഈ ഹർത്താലിനോട് സഹകരിക്കാത്തതിൻ്റെ പ്രധാന കാരണം അവർ നിത്യജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ നിരന്തരമായ ഹർത്താലുകൾ ഉണ്ടാകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസത്തിനിടയിൽ തന്നെ ഏകദേശം 7ഓളം ഹർത്താലുകളാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. 4 സംസ്ഥാനതല ഹർത്താലുകളും 3 പ്രാദേശിക ഹർത്താലുകളും പ്രഖ്യാപിച്ചുകൊണ്ട് 7 ഹർത്താലുകളാണ് ഇതിനോടകം തന്നെ BJP സംഘപരിവാർ സംഘടനകൾ പ്രഖ്യാപിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തത്. ഇത് ജനജീവിതത്തെയും പ്രത്യേകിച്ച് ചെറുകിട വ്യാപാര മേഖലയെയും വലിയ തോതിൽ തകർച്ചയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമുണ്ടായി. ചെറുകിട ടൂർ ഓപ്പറേറ്റർമാരും ഹർത്താലിനോട് സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്യുന്നു. പഴയതിൽ നിന്നും വ്യത്യസ്തമായി KSRTC മാത്രമാണ് സർവീസ് നടത്താതിരിക്കുന്ന സാഹചര്യമുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ KSRTCയുടെ 52ഓളം KSRTC ബസ്സുകൾ എറിഞ്ഞ് തകർക്കുന്ന നിലയുണ്ടായി. അതുകൊണ്ട് മതിയായ സുരക്ഷ ലഭിക്കാതെ ഇത്തരത്തിൽ സർവീസുകൾ നടത്തേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് മാനേജ്മെന്റ് എടുത്തിരിക്കുന്നത്. ഇത് അനുസരിച്ച് സുരക്ഷ ലഭ്യമാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നും തമ്പാനൂർ ഡിപ്പോയിൽ നിന്നും ഒരു തരം ദീർഘദൂര സർവീസുകളും ഇതുവരെ നടത്താൻ ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും സുരക്ഷ ഒരുക്കുന്ന മുറയ്ക്ക് കൂടുതൽ KSRTC സർവീസുകൾ നടത്താനുള്ള തീരുമാനമാണ് അധികൃതർ ഉള്ളത്. എന്തായാലും ജില്ലയിൽ പലയിടങ്ങളിലും അക്രമത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ള രഹസ്യാന്വേഷണ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ശക്തമായ സുരക്ഷയുമായാണ് ജില്ല മുൻപോട്ട് പോകുന്നത്. പോലീസ് കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സുരക്ഷ ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. 10 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സുരക്ഷ ഒരുക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. ഇത് സംബന്ധിച്ച നീക്കങ്ങളും നടപടികളുമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. UDFന്റെ കരുതലുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് എത്തുന്നത്. ഇരു വിഭാഗങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇതിനെ പ്രതിരോധിക്കുകയും അക്രമത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള സുരക്ഷ ഒരുക്കുന്നതിൻ്റെയും ജാഗ്രതയുടെയും വക്കിലാണ് പോലീസുമുള്ളത്. ലെസ്ലി സൂചിപ്പിച്ചതുപോലെ അക്രമികളെ കണ്ടാൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നൊരു നിർദ്ദേശം കൂടി DGP പോലീസിന് നൽകിയിട്ടുണ്ട്. ആ കരുതൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി തന്നെ തുടരുന്നുണ്ടോ? ഒപ്പം ലെസ്ലി, ഇപ്പോൾ ഉള്ള തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിരവധി ഓട്ടോറിക്ഷകൾ ഓടുന്നതായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓട്ടോ തൊഴിലാളികളൊക്കെയും സജീവമായി ഹർത്താലിനെ തള്ളിക്കളഞ്ഞു എന്ന് വേണമോ കരുതാൻ? ഓട്ടോ തൊഴിലാളികൾ രാവിലെ തന്നെ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. അവരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിത പ്രശ്നം ആയതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സ്വകാര്യ വാഹനങ്ങൾ പോലീസ് തടഞ്ഞു നിർത്തി ആവശ്യമായ സുരക്ഷകൾ ഒരുക്കാനുള്ള യാത്രക്കാരെ എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഇത്തരത്തിൽ നാട്ടുകാരുടെ കൂടി സഹകരണത്തോടു കൂടിയാണ് യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെ തടയിടാനുള്ള തയ്യാറെടുപ്പുകൾ പോലീസ് നടത്തുന്നത്. ഓട്ടോ തൊഴിലാളികൾ നമുക്കറിയാം, ഓട്ടോ തൊഴിലാളികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർ ഓട്ടോ സാധാരണഗതിയിൽ ഓടുന്നുണ്ട്. രാവിലെ തന്നെ മറ്റു ഹർത്താലുകളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ പെട്രോൾ ബങ്കുകളും തുറക്കുന്ന സാഹചര്യമുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാപാരികൾ ഇതിനോട് സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിലേക്കുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തന്നെ പെട്രോൾ പമ്പുകൾ തുറന്നിരിക്കുന്നത്. ചാല കമ്പോളത്തിൽ നമുക്ക് സമാനമായ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒന്നടങ്കം വ്യാപാരികൾ ചാല കമ്പോളത്തിൽ അവരുടെ കടകൾ തുറന്നു വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ അക്രമം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകളും വിശ്വാസവും ഉള്ളതുകൊണ്ട് തന്നെ സംഘപരിവാർ സംഘടന നടത്തുന്ന ഹർത്താൽ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടാകാനും ആക്രമിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നാട്ടുകാർ ആരും തന്നെ കമ്പോളങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ചെറുകിട വ്യാപാരികൾ അവരുടെ വ്യാപാര മേഖല സുഗമമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തു. അതിൽ ഉറച്ചു നിന്നുള്ള നടപടികളും അവർ കട തുറന്ന് പ്രവർത്തിക്കുന്ന സ്ഥിതിയുമാണ് നിലവിൽ തിരുവനന്തപുരത്തുള്ളത്. ശരി ലെസ്ലി, ഏതായാലും തിരുവനന്തപുരത്തെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും വാർത്തകളും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയാം. ഇപ്പോൾ ഷാജഹാൻ കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് തത്സമയം.
ഷാജഹാൻ, ഇന്നലെ നമുക്കറിയാം മാവേലിക്കര അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ BJP പ്രവർത്തകർ ഉള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ അക്രമങ്ങൾ ഉണ്ടായിരുന്നു. താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രകോപനങ്ങളില്ലാതെ പല ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു. പക്ഷെ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഹർത്താലിനോടുള്ള പൊതുവിൽ ആലപ്പുഴയുടെ പ്രതികരണം എങ്ങനെയാണ് ഷാജഹാൻ? അനന്ത്, ഹർത്താലിനോട് ആൾക്കാർക്ക് വളരെയധികം ഒരു പ്രതിഷേധമാണുള്ളത്. അത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജില്ലയിൽ കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഹർത്താലുകളിൽ പോലും വ്യാപാരികൾ പൂർണ്ണമായിട്ടും സഹകരിച്ചിരുന്നില്ല. സമാനമായ രീതി തന്നെയാണ് നമുക്ക് ഇന്നും ആലപ്പുഴ ജില്ലയുടെ പല പ്രദേശത്തും കാണാൻ സാധിക്കുന്നത്. രാവിലെ 10 മണിക്ക് ശേഷം തന്നെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിച്ച് തുടങ്ങുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ അത്തരത്തിലുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ചില കടകളൊക്കെ തന്നെ തുറക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി, അത്തരക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള പോലീസ് സംഘവും ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം, മാവേലിക്കരയിൽ സർക്കാർ ഓഫീസ് അടിച്ചു തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനെതിരെ ശക്തമായ നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതാണ്ട് 5-6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 40 പേർക്കെതിരായിട്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2-3 കടകൾ മാവേലിക്കരയിൽ മാത്രം തല്ലി തകർക്കുകയും വികലാംഗരായിട്ടുള്ളവരെയും അതോടൊപ്പം തന്നെ സ്ത്രീകളെയും ഒക്കെ തന്നെ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും നമുക്ക് കാണാൻ സാധിച്ചു. ഇത്തരത്തിൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ രീതിയിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നും കടകമ്പോളങ്ങളൊക്കെ തന്നെ തുടർന്ന് പ്രവർത്തിക്കുമെന്നാണ് വ്യാപാരി വ്യവസായി സംഘടനകളൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വാഹനങ്ങൾ KSRTC സർവീസുകൾ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പൂർണ്ണമായിട്ടും ബസ്സുകൾ ഓടിക്കാൻ ഡ്രൈവർമാരും മറ്റും തയ്യാറാകുന്നില്ല. കാര്യം, കഴിഞ്ഞ ദിവസം KSRTCക്ക് നേരെ ചില ആക്രമണങ്ങളൊക്കെ കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ പാർട്ടി ഓഫീസുകൾക്ക് നേരെയുമൊക്കെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെ സമരക്കാരെ അല്ലെങ്കിൽ ഹർത്താലുകാരെ അമർച്ച ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനും പോലീസ് രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് ഹർത്താൽ അനുകൂലികളുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നില്ല. കഞ്ഞിക്കുഴിയിൽ അല്പസമയം മുൻപ് ഒരു കട തുറക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് നേരെ ആക്രമണം നടത്താനായിട്ട് സംഘപരിവാർ സംഘടനകൾ ഒരു ശ്രമം നടത്തിയെങ്കിലും അവരെയൊക്കെ തന്നെ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും അവരെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത്തരത്തിൽ ഏത് വിധേനയും അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നൊരു നിലപാടുമായിട്ടാണ് പോലീസും രംഗത്ത് വന്നിരിക്കുന്നത്. അതെ, തീർച്ചയായും ഷാജഹാൻ, ഈ അക്രമങ്ങൾ നടത്തുന്ന ആളുകളെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസ് മേധാവിയുടെ നിർദ്ദേശം കൂടി കൃത്യമായി ഉണ്ട്. അത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അടക്കം വ്യാപകമായ ചില അക്രമങ്ങൾ അവിടെ അഴിച്ചുവിട്ടിരുന്നു സംഘപരിവാർ സംഘടനകൾ. അത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ആരെങ്കിലും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ ഷാജഹാൻ? തീർച്ചയായിട്ടും ആനന്ദ്, കഴിഞ്ഞ ദിവസം മാവേലിക്കരയിലുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 6 പേരെയും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 40ഓളം വരുന്ന പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കടകൾക്ക് നേരെ നടന്ന അക്രമത്തിലും അതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകൾ അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. പൊതുമുതൽ നഷ്ടപ്പെടുത്തുന്ന വകുപ്പ് പ്രകാരമാണ് ഇവർക്ക് നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും അവർക്കെതിരെ കൃത്യമായ നടപടികളുമായിട്ട് തന്നെയാണ് ജില്ലാ പോലീസ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പോലെ അത്ര ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണ സ്വഭാവം ഒന്നും നമുക്കിപ്പോൾ സമരക്കാരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നില്ല. കടകമ്പോളങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ വ്യാപകമായ രീതിയിലുള്ള ഒരു അക്രമം സംഘപരിവാർ ശക്തിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് നമുക്ക് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ശരി ഷാജഹാൻ, ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയിൽ നിന്ന് തത്സമയം നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു, വാർത്തകൾ നൽകുകയായിരുന്നു ഷാജഹാൻ. ഏതായാലും ഇപ്പോൾ എരുമേലിയിൽ നിന്ന് TP പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഒരു പക്ഷേ ഈ ഹർത്താൽ നടക്കുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സംഘപരിവാർ ആഹ്വാനം ചെയ്യുന്നത്, അത് നടപ്പിലാക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വലയുന്നത് ഒരു പക്ഷേ അയ്യപ്പ ഭക്തരും തീർത്ഥാടകരുമാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഭക്ഷണം പോലും ലഭിക്കാതെ തീർത്ഥാടകർ എരുമേലിയിൽ വലയുന്നു എന്നാണ്. ശരിയാണോ ഈ വാർത്ത പ്രശാന്ത്? ുമായി ബന്ധപ്പെട്ടാണ് ഹർത്താൽ നടത്തുന്നത്. മാത്രമല്ല, ഈ ഒരു ഹർത്താലിൽ ഏറെ വലയുന്നത് അയ്യപ്പ ഭക്തർ തന്നെയാണ്. ശബരിമലയിലേക്കുള്ള പ്രധാന കവാടമായിട്ടുള്ള എരുമേലിയിലടക്കം നിരവധി ഭക്തർ എത്തിയിട്ടുണ്ട്. ആ ഭക്തരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു തരത്തിലും ഭക്ഷണം ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല. അവിടെ വ്യാപാരി സമൂഹം അടക്കം ഈ ഹർത്താൽ തള്ളിക്കളഞ്ഞുകൊണ്ട് കട തുറക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. കാരണം നിരവധി അയ്യപ്പ ഭക്തന്മാർ എത്തുമ്പോൾ അവർക്ക് ഭക്ഷണവും അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളായിരുന്നു അത്. എന്നാൽ ഈ കടകളെല്ലാം തന്നെ സംഘപരിവാർ പ്രവർത്തകരും BJP പ്രവർത്തകരെല്ലാം തന്നെ നേരിട്ട് ചെന്ന് അടപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതിൽ അയ്യപ്പ ഭക്തർ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിരവധി അയ്യപ്പ ഭക്തന്മാർ
ഇപ്പോഴും അവിടെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം രാവിലെ പോലും ഭക്ഷണം കഴിക്കാനില്ലാത്തൊരു സാഹചര്യമാണ്. മാത്രമല്ല ബസ് സർവീസുകൾ വിവിധയിടങ്ങളിൽ തടസ്സപ്പെടുത്തുന്നതിനാൽ തന്നെ ഇപ്പോൾ ഇവിടെ കോൺവോയ് എന്ന രീതിയിൽ കോട്ടയത്ത് നിന്നും പമ്പയിലേക്ക് സർവീസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ സർവീസിന് വേണ്ടി അവർ കാത്തു നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല അത്തരത്തിൽ വളരെയധികം രീതിയിൽ ബുദ്ധിമുട്ടിയ ഒരു പ്രദേശത്ത് തങ്ങുമ്പോൾ അവർക്ക് ഭക്ഷണം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. അയ്യപ്പ ഭക്തിയുടെ പേരിൽ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിന്റെ പേരിലാണ് ഈ ഹർത്താൽ ഉയർത്തുമ്പോൾ ഇതിലേറെ കഷ്ടപ്പെടുന്നത് അയ്യപ്പ ഭക്തർ തന്നെയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി പുറത്തു വരികയാണ്. മാത്രമല്ല ഈ ഹർത്താൽ നടത്തുമ്പോൾ ആ അയ്യപ്പ ഭക്തർ പലപ്പോഴും ഇവിടെ കോട്ടയത്തിന്റെ വിവിധ തെരുവുകളടക്കം അയ്യപ്പ ഭക്തന്മാർ റോഡിൽ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആ ഒരു സാഹചര്യം തന്നെയുണ്ട്. കാരണം ബസ്സുകളെല്ലാം തന്നെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കോട്ടയം ഡിപ്പോയിലെ ബസ്സുകൾ വിവിധ ഇടങ്ങളിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. കോട്ടയം ഡിപ്പോയുടെ വിവിധ ദീർഘദൂര സർവീസുകളടക്കം വിവിധ ഇടങ്ങളിൽ ആക്രമിക്കപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കോ അല്ലെങ്കിൽ യാത്രക്കാർക്കോ മറ്റോ പരിക്കുകളോ ഒന്നും തന്നെയില്ല. കോട്ടയം നഗരത്തിലടക്കം ഇരുചക്ര വാഹനങ്ങൾ നിരത്തിൽ ഇറക്കിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ നഗരത്തിൽ നടക്കും. കർമ്മസമിതിയുടെ സംസ്ഥാന നേതാക്കന്മാരെല്ലാവരും കോട്ടയത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വലിയ തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ബലമായി ഇന്നലെ ഹർത്താൽ പ്രഖ്യാപിച്ചോടെ തന്നെ കടകൾ അടയ്ക്കുന്ന ഒരു സമീപനത്തേക്ക് പോയപ്പോൾ വ്യാപാരികളും ഇത്തരത്തിൽ സമരക്കാരും തമ്മിലുള്ള ഒരു പ്രതിഷേധം പലയിടങ്ങളിൽ ഏറ്റുമുട്ടുക വരെ ഉണ്ടായി. ഇതിന് സഹായിക്കുന്ന ഒരു നിലപാടായിരുന്നു കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് കോട്ടയം ടൗണിലടക്കം ഉണ്ടായത്. കാരണം എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലായിരുന്നു അത്തരത്തിലുള്ള സമീപനം ഉണ്ടായത്. ഇതെല്ലാം തന്നെ വളരെയധികം പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇപ്പോഴും നഗരത്തിൽ ഒരു ആക്രമണത്തിനുള്ള സാധ്യത ഉണ്ട് എന്നിവരെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എരുമേലിയിൽ അടക്കം ഭീഷണിപ്പെടുത്തി ഹോട്ടലുകൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായോ? കാരണം ഇത് ഉണ്ടാകുന്നത് തന്നെ വിശ്വാസത്തിന്റെ പേരിലാണ് ഈ ഹർത്താലൊക്കെ പൊട്ടി പുറപ്പെടുന്നത്. എന്നിട്ട് ഈ ഭക്തരായ തീർത്ഥാടകരായ ആളുകൾക്ക് ഭക്ഷണം പോലും ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ഹർത്താൽ നടത്തുന്ന ആളുകൾ എന്ന് വേണമോ കരുതാൻ? ഈ തീർത്ഥാടകരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളോ സർക്കാരിന്റെ ഇടപെടലുകളോ ഉണ്ടാകുന്നുണ്ടോ പ്രശാന്ത്? തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് അടക്കമുള്ളവർ ആ മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രവുമല്ല ഇത് ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഈ ഹർത്താൽ നടത്തുമ്പോൾ ഈ വിശ്വാസത്തിന്റെ പേരിൽ ചിലർ നടത്തിയ സമരങ്ങൾ വളരെ അപ്പാടെ ജനങ്ങൾ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ശിക്ഷ നൽകുക എന്ന തരത്തിലേക്കാണ് ഈ ഹർത്താൽ മാറിയിട്ടുള്ളത്. ജനങ്ങളെ ശിക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ ഹർത്താൽ മാറി എന്നുള്ളതാണ് ഇതിന്റെ ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയിലാണ് ഇതിന്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തർ ആയിട്ടുള്ള നിരവധി ആളുകൾ, പ്രത്യേകിച്ച് കോട്ടയം ടൗണിലടക്കം ഇന്നലെ വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇവരെല്ലാവരും ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അവർക്ക് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകിച്ച് തിരുനക്കര അടക്കം വന്ന് തമ്പടിച്ചിട്ടുള്ള ആളുകൾക്ക് KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്നതിന് വരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. മാത്രമല്ല അവർ എരുമേലിയിൽ എത്തിപ്പെട്ടാൽ അവിടെ പെട്ടുപോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവിടെ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ, ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ, ഇതെല്ലാം തന്നെ പൊതുവെ ഇവിടെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല ഈ ഭക്തരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലേക്ക് ഹർത്താൽ മാറ്റുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, മാത്രമല്ല BJP അടക്കം ഹർത്താലിന് തുടക്കത്തിൽ പിന്തുണയ്ക്കില്ല എന്നതടക്കം പറയുന്നുണ്ടെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ കർമ്മസമിതിയുടെ ഭാഗമായി BJP പ്രവർത്തകർ തന്നെയാണ് രംഗത്തിറങ്ങി ഇത്തരത്തിലുള്ള കടകൾ അടപ്പിക്കുന്നതിനും ഈ ഭക്തരെ ബുദ്ധിമുട്ടിച്ചുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത് എന്നതാണ് നമുക്ക് ഇവിടെ നിന്നും ഈ കാഴ്ചയിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നു. ശരി, TP പ്രശാന്ത്, വ്യക്തമാണ്. ഏതായാലും എരുമേലി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിർബന്ധിച്ച് ഹോട്ടലുകൾ അടപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ വലയുന്നത് തീർത്ഥാടകരായ ആളുകളാണ്. ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണം പോലും ലഭിക്കാത്ത സ്ഥിതിയിൽ കാര്യങ്ങൾ പോകുന്നു. പോലീസ് ഇടപെടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അവർ അവിടെ എത്തി സഹായിക്കുന്നതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് കോട്ടയത്ത് നിന്ന് ഇപ്പോൾ പ്രശാന്ത് നൽകിയ വിവരങ്ങൾ. വനിതാ മതിലിൽ പങ്കെടുത്തതിന് മർദ്ദനമെന്ന് പരാതി. മലയൻകീഴ് ഈഴക്കോട് സ്വദേശി ബിജു പ്രഭയുടെ വീടിന് നേരെയാണ് ആക്രമണം. ബിജുവിന്റെ ഭാര്യ ശുഭ വനിതാ മതിലിൽ പങ്കെടുത്തിരുന്നു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. മലയൻകീഴ് പോലീസ് കേസെടുത്തു. ഷീജ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? തീർച്ചയായും ആനന്ദ്, കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. മലയൻകീഴ് ഈഴക്കോട് സ്വദേശിയായിട്ടുള്ള ബിജു പ്രഭയുടെ വീടിന് നേരെയാണ് ഇത്തരത്തിൽ RSS ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായത്. പ്രത്യേകിച്ചും വനിതാ മതിലിൽ ബിജുവിന്റെ ഭാര്യ ശുഭ പങ്കെടുത്തിരുന്നു. ഇതിൽ ഉള്ളൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് തങ്ങളുടെ വീട് ആക്രമിച്ചതും ഒപ്പം തന്നെ ജനൽ ചില്ലകൾ, കാറ് ഒക്കെ തകർത്താണ് ഈ അക്രമി സംഘം ഇവിടെ നിന്നും മടങ്ങിയത്. ഇത് വലിയ ഒരു
വലിയ തരത്തിൽ പ്രത്യേകിച്ചും ഇവർക്ക് രണ്ടുപേർക്കും പരിക്കുകളുമുണ്ട് സംഭവത്തിൽ. ഏതായാലും മലയൻകീഴ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട് ആകെ തകർന്ന നിലയിലാണ്. ഒപ്പം തന്നെ ഇവരുടെ വാഹനം അടിച്ചു തകർത്തു. കൂടാതെ ഇവർക്ക് ശാരീരികമായും പരിക്കുകളും പറ്റിയിട്ടുണ്ട്. ബിജുവിന്റെ കാലിനും സാരമായി മുട്ടിന് താഴെ പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും തങ്ങൾ വനിതാ മതിലിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അതിൽ പങ്കെടുത്തു എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു അക്രമം ഉണ്ടായത് എന്ന് തന്നെയാണ് ബിജുവും ശുഭയും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആനന്ദ്, ഷീജ, ഈ അക്രമത്തിൽ ഏതെങ്കിലും അക്രമികളെ പോലീസിന്റെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മലയൻകീഴിന്റെ ചില ഭാഗങ്ങളിലൊക്കെ RSSന്റെ ശക്തി ഉള്ള സ്ഥലങ്ങളാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നടപടി ഇതിനോടകം കൈക്കൊണ്ടിട്ടുണ്ടോ? തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് വ്യാപകമായി തന്നെയാണ് അക്രമ പരമ്പര ഇവർ അഴിച്ചുവിട്ടിരുന്നത്. അതിന്റെ ഭാഗമായി കൂടുതൽ പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് അക്രമി സംഘത്തെ തിരയുന്നതും. സിറ്റിയിൽ തന്നെ വലിയ തോതിലുള്ള അക്രമ പരമ്പര, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരെ വരെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഏതായാലും അക്രമി സംഘത്തെ കണ്ടെത്താനുള്ള നടപടികൾ പോലീസ് ഊർജിതപ്പെടുത്തിയെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മലയൻകീഴ് ബിജു പ്രഭയുടെ വീട് അടിച്ചു തകർത്തു. വനിതാ മതിലിൽ പങ്കെടുത്തതിനെതിരെയാണ് അക്രമം എന്നാണ് ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ. അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉടൻ നടപടിയിലേക്ക് പോകുമെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുമുണ്ട്. ഇടവേള. ഹർത്താലിൽ പരക്കെ അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലും ലഭിക്കുന്ന സൂചനകൾ. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് രാജ്കുമാർ നൽകും വിശദാംശങ്ങൾ. കൊല്ലം ജില്ലയിൽ KSRTC സർവീസ് നടത്തുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇന്നലെ KSRTC സർവീസ് നടത്തുന്നതിനിടെ അപ്രഖ്യാപിത ഹർത്താൽ RSS അനുകൂലികൾ ഹർത്താൽ അനുകൂലികൾ പ്രഖ്യാപിക്കുകയും അവർ ബസ്സിന് നേരെ വ്യാപകമായ അക്രമം നടത്തി. ഏതാണ്ട് 13ഓളം KSRTC ബസ്സുകളാണ് തകർത്തത്. പല ബസ്സുകളുടെയും ചില്ല് തകർന്ന നിലയിലാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് യാത്രക്കാർക്ക് പരിക്ക് ഏൽക്കാതിരുന്നത്. അതേസമയം ഡ്രൈവർമാർക്കൊക്കെ ചില നിസ്സാര പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ സർവീസ് നിലച്ചതുപോലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. പമ്പയിലേക്ക് സർവീസ് ആരെങ്കിലും ഭക്തരെത്തിയാൽ വിടാമെന്നുള്ളതാണ് KSRTCയുടെ ഒരു കണക്കുകൂട്ടൽ. എന്നാൽ ഇതുവരെ ശബരിമലയിലേക്ക് പോകാനായി പ്രത്യേകിച്ച് ഹർത്താലിന്റെ ഒരു സാഹചര്യത്തിൽ ആരും തയ്യാറാവുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അകമ്പടി ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 3 സ്വകാര്യ ബസ്സുകൾക്ക് നേരെയും ഇന്നലെ കല്ലേറുണ്ടായി. അതും തകർന്ന നിലയിലാണ്. ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലുള്ളത്. ഇന്നലെ രാത്രി കുണ്ടറയിൽ പാർട്ടി ഓഫീസിന് നേരെയും പട്ടാഴിയിൽ പാർട്ടി ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. അവിടെ പോലീസ് ജീപ്പിന് എറിഞ്ഞ കല്ല് പതിച്ച് ആ പോലീസ് ജീപ്പും തകർന്ന നിലയിലാണ്. കൊട്ടിയത്ത് ബസ്സിന് നേരെ കല്ലെറിഞ്ഞവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ RSS സംഘം കൊട്ടിയം CI അജയനാഥ്, SI അനൂപ് മറ്റു പോലീസുകാരെ വളഞ്ഞിട്ട് ആക്രമിച്ചു. മാരകായുധങ്ങളുമായുള്ള ആക്രമണത്തിൽ SI അനൂപിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിലാണ്. CI അജയനാഥിന്റെ കൈക്ക് എല്ലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. മറ്റുള്ള കരുനാഗപ്പള്ളിയിൽ 6 പോലീസുകാർക്കാണ് തലയ്ക്ക് പരിക്കേറ്റത്. കല്ലേറിലാണ് പരിക്കേറ്റത്. അവിടെ കടകൾ മുഴുവനും അടിച്ചു തകർത്തു. ഇതേ തുടർന്ന് അവിടെ ആളുകൾ സംഘടിക്കുകയും കട തുറക്കണമെന്നുള്ള വാശിയിലാണ്. അതേസമയം പേരയത്ത് ഇന്ന് രാവിലെ കടകൾ മുഴുവനും തുറക്കുകയും സാധാരണ ജനജീവിതത്തിലേക്ക് ആ ഒരു ഗ്രാമം ഇപ്പോൾ ഒരു മോഡലായി, ഒരു മാതൃകയായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതേസമയം കൊല്ലത്ത് നഗരത്തിൽ ഇതുവരെ കടകമ്പോളങ്ങളൊന്നും തുറന്നിട്ടില്ല. അത് ഒരു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 11 മണിയോടുകൂടി മാത്രമേ ഇക്കാര്യത്തിൽ നമുക്കൊരു ഏകദേശ ചിത്രം ലഭിക്കുകയുള്ളൂ. 11 മണിക്കാണ് ഹർത്താൽ അനുകൂലികളുടെ ഒരു പ്രകടനം, അനാവശ്യ ഹർത്താലിന്റെ ഇതിന് വേണ്ടിയുള്ള ഒരു പ്രകടനം നടത്താൻ പോകുന്നത്. എന്തായാലും പോലീസ് എല്ലാ സ്ഥലങ്ങളിലും ജാഗ്രത പാലിക്കുന്നുണ്ട്, നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. RSS നേതാക്കന്മാരുടെയും BJP നേതാക്കന്മാരുടെയും ഫോൺ കോളുകളും ഇവരുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇവരുടെ പ്രചരണം മുഴുവനും പോലീസ് ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും പോലീസിന്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാർ കുറവാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർ മറ്റ് സ്വകാര്യ വാഹനങ്ങളിലും മറ്റുമാണ് വീടുകളിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒറ്റപ്പെട്ട ആക്രമങ്ങൾ മാത്രമാണ് തെക്കൻ കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കൊല്ലത്തു നിന്നും ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. പോലീസ് നല്ല കരുതൽ പുലർത്തുന്നുണ്ട്. ഇനി മലബാറിന്റെ പൊതുസ്ഥിതി കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് KT സ്വാലിഹ് ചേരുന്നുണ്ട്. മലപ്പുറം ഹർത്താൽ പാടെ തള്ളിക്കളഞ്ഞതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബസ് സർവീസുകൾ, സ്വകാര്യ ബസ് സർവീസുകൾ
ഉണ്ട്. ഗ്രാമീണ മേഖലകളിലേക്കെല്ലാമുള്ള ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഓട്ടോ ടാക്സി സർവീസും രാവിലെ മുതൽ സജീവമാണ്. കടകമ്പോളങ്ങൾ പതിവ് പോലെ തുറന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ കടകളെല്ലാം മലപ്പുറത്ത് തുറന്നിട്ടുണ്ട്. അതേസമയം KSRTC സർവീസ് ഇതുവരെ ഇന്ന് നടത്തിയിട്ടില്ല. രാവിലെ 6 മണിക്ക് ശേഷം 2 സർവീസുകൾ മാത്രമാണ് മലപ്പുറത്ത് നിന്ന് ഉണ്ടായത്. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുന്നതിനനുസരിച്ച് സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് KSRTC അറിയിച്ചിട്ടുള്ളത്. അതേസമയം മലപ്പുറത്ത് തവനൂരിൽ ഇന്ന് വീണ്ടും അക്രമമുണ്ടായി. CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് RSS സംഘം തീവച്ചു. ഇന്ന് പുലർച്ചെയാണ് തവനൂർ LC ഓഫീസിന് തീവച്ചത്. ഇന്നലെ എടപ്പാളിൽ 2 CPIM LC ഓഫീസുകൾ കത്തിച്ചിരുന്നു. ആലങ്കോടും നന്നമുക്ക് LC ഓഫീസുകളാണ് ഇന്നലെ രാത്രി അക്രമി സംഘം തീവച്ചത്. ചങ്ങരംകുളത്ത് KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായി. അങ്ങാടിപ്പുറത്തും CPIM-ന്റെ കൊടി വനിതാ മതിലുമായി ബന്ധപ്പെട്ട കൊടികളും ബാനറുകളും എല്ലാം നശിപ്പിക്കുകയും ചെയ്തു. ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടാക്കി. ഈ പ്രദേശത്തെല്ലാം ഇന്ന് പോലീസ് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരദേശ മേഖലയിലെല്ലാം വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തവനൂരിൽ ഒഴികെ മറ്റ് അക്രമ സംഭവങ്ങളൊന്നും ഇതുവരെ മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് എയർപോർട്ടിലേക്ക് പോകാനും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനും എല്ലാം ആവശ്യമുള്ളവർക്ക് പോലീസ് സുരക്ഷ നൽകുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കും സുരക്ഷ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മലപ്പുറത്തെ ഏതാണ്ട് എല്ലാ കടകളും ഇന്ന് രാവിലെ തന്നെ തുറന്നിട്ടുണ്ട്. മത്സ്യ പച്ചക്കറി മാർക്കറ്റുകളെല്ലാം പതിവ് പോലെ സജീവമാണ്. ശരി, സ്വാലിഹാണ് മലപ്പുറത്തിന്റെ ഒരു പൊതുചിത്രം നൽകിയത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് AK ലതീഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ 3 മണിക്കൂർ പിന്നിടുമ്പോൾ വ്യാപകമായ അക്രമമാണ് പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പയ്യോളിയിൽ പോലീസ് വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി. കോഴിക്കോട് കുണ്ടൂപ്പറമ്പിന് സമീപം പുത്തൂരിൽ CPIM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് നേരെ കല്ലേറുണ്ടായി. ജനൽച്ചില്ലുകളെല്ലാം അടിച്ചു തകർക്കുന്ന നിലയാണ് അവിടെ ഉണ്ടായത്. മറ്റു പലയിടങ്ങളിലും കുന്നമംഗലത്ത് സ്വകാര്യ ബസ്സിന് നേരെ കല്ലേറുണ്ടായി. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരെയായിരുന്നു. കുന്നമംഗലം കഴിഞ്ഞ ചിലവരെത്തുന്നതിന് മുമ്പ് റോട്ടിൽ തീയിട്ടിട്ടുണ്ടായിരുന്നു. അത് കവർ ചെയ്ത് പോകുന്ന വഴിക്കാണ് ഏറി കിട്ടിയത് ക്ലാസ്സിന്. അത് ഞാൻ അപ്പം തന്നെ നമ്മൾ സൈഡാക്കി കഴിഞ്ഞപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം പോലീസ് വണ്ടി വന്നു. പോലീസ് എസ്കോർട്ടോടുകൂടിയാണ് കോഴിക്കോട് വരെ വന്നത്. ഇന്നലെ രാത്രി വൈകി 12 മണിക്ക് ശേഷം കൊയിലാണ്ടിയിൽ CIയുടെ ജീപ്പിന് നേരെയും അതേപോലെ തന്നെ KSRTC ബസ്സിന് നേരെയും കല്ലേറുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നും സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്ന് വ്യാപകമായ അക്രമം കോഴിക്കോട് ജില്ലയിൽ അരങ്ങേറുന്നതായാണ് ആദ്യ 3 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ടയറുകൾ കത്തിച്ച് ഹർത്താൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പുലർച്ചയോടുകൂടി തന്നെ പലയിടത്തും ടയറുകൾ കത്തിച്ച് ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ഒരു ശ്രമം RSS BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. പറവപ്പടി അതേപോലെ തന്നെ കുന്നമംഗലം പടനിലം അടക്കമുള്ള സ്ഥലങ്ങളിൽ അത്തരം നീക്കങ്ങളുണ്ടായി. കുണ്ടൂപ്പറമ്പ് പാവങ്ങാട് വെങ്ങാല് തുടങ്ങിയ ദേശീയപാതയിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശ്രമവും BJP സംഘത്തിൻ്റെ RSS സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇതിനകം നിരത്തിലിറങ്ങിയത്. വലിയ തോതിലുള്ള ഭീതി പരത്തുന്ന നിലയിൽ വലിയ ആക്രമണം കോഴിക്കോട് ജില്ലയിലെ പല ഭാഗത്തും ഇന്നലെ വൈകിട്ടോടുകൂടി സംഘപരിവാർ സംഘടനകൾ വളരെ ആസൂത്രിതമായി നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ വരെ വളരെ കുറഞ്ഞ തോതിൽ നിരത്തിലിറങ്ങുന്ന ഒരു നിലയുണ്ടായത്. വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. KSRTC സർവീസ് ആരംഭിച്ചിട്ടില്ല. എന്നാൽ മെഡിക്കൽ കോളേജിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും പോലീസ് സംരക്ഷണയിൽ കോഴിക്കോട് നിന്നും സർവീസ് നടത്തുന്ന നിലയുണ്ട്. KSRTC ബസ്സുകൾക്ക് നേരെ വ്യാപകമായ അക്രമം ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ദീർഘദൂര സർവീസുകളടക്കം കോൺവോയ് അടിസ്ഥാനത്തിലും മറ്റും നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനം KSRTC അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. യാത്രക്കാർ ബസ്സിനെ ആശ്രയിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ യാത്രക്കാരുടെ എണ്ണത്തിലും വലിയ തോതിലുള്ള കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആദ്യം 3 മണിക്കൂർ പിന്നിടുമ്പോൾ വലിയ തോതിലുള്ള അക്രമത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഹർത്താൽ ജനങ്ങൾ ഏറ്റെടുക്കില്ല എന്നത് കൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള അക്രമം ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ സംഘടിതമായി RSS BJP സംഘം കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി നടത്തിയത്. കടകൾ തുറക്കുമെന്ന് വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കടകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ 9 മണിക്ക് ശേഷം കടകൾ തുറക്കാനുള്ള നീക്കം വ്യാപാരി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കോഴിക്കോട് മിഠായി തെരുവിലടക്കം കടകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള നീക്കം വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവർക്ക് സുരക്ഷ നൽകുമെന്ന കാര്യവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്തായാലും BJPയും അതേപോലെ തന്നെ ശബരിമല കർമ്മസമിതിയും
കോഴിക്കോട് നഗരത്തിലടക്കം പ്രകടനം നടത്തുമെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള പോലീസ് സുരക്ഷയും കോഴിക്കോട് നഗരത്തിലും മറ്റ് പ്രാദേശിക സ്ഥലങ്ങളിലുമെല്ലാം ഇതിനകം തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. തീർച്ചയായും ലതീഷാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തെക്കൻ ജില്ലകൾ പോലെ അത്ര ശാന്തമല്ലാത്ത ഒരു സ്ഥിതി കോഴിക്കോട് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ലതീഷ് നൽകുന്ന വിശദാംശങ്ങൾ. ആസൂത്രിതമായി ചില അക്രമങ്ങൾ നടക്കുന്നുണ്ട്. പുലർച്ചെയോടുകൂടി തന്നെ ടയറുകൾ കത്തിച്ച് പല റോഡുകളും തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമുണ്ടായി. പോലീസ് അതൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒറ്റപ്പെട്ട പോലീസിന്റെ ശ്രദ്ധ വരാത്ത സ്ഥലങ്ങളിലൊക്കെ അക്രമങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നതായി നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് നിന്ന് സിജു കണ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സിജു, പാലക്കാടിന്റെ ഒരു പൊതുസ്ഥിതി എന്താണ് ഈ ഘട്ടത്തിൽ? പാലക്കാട് KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒന്നും സർവീസ് നടത്തുന്നില്ല. എങ്കിലും സ്വകാര്യ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളടക്കം നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇതിന്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞ ദിവസം വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ എന്ന പേരിൽ BJP RSS പ്രവർത്തകർ സംഘടിക്കുകയും വ്യാപകമായ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയും കല്ലേറ് നടത്തിയിരുന്നു. നിർബന്ധമായി കടകൾ അടപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വ്യാപാരികൾ കട തുറക്കാത്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് സുരക്ഷയോടുകൂടി സർവീസ് നടത്തുമെന്ന് നേരത്തെ KSRTC തീരുമാനിച്ചിരുന്നു. എന്നാൽ KSRTCയും ഇതുവരെ ഒരു സർവീസും പാലക്കാട് ജില്ലയിലെ ഒരു ഡിപ്പോയിൽ നിന്നും ആരംഭിച്ചിട്ടില്ല. KSRTCക്ക് നേരെയും കഴിഞ്ഞ ദിവസം വ്യാപകമായ തോതിൽ ആക്രമണം നടത്തിയിരുന്ന 6 KSRTC ബസ്സുകളാണ് BJP RSS പ്രവർത്തകർ എറിഞ്ഞു തകർത്തത്. ഈ ഹർത്താലിന്റെ മറവിൽ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടാക്കാനുള്ള ഒരു നീക്കം, പ്രകോപനമുണ്ടാക്കി ആക്രമണം ഉണ്ടാക്കാനുള്ള ഒരു നീക്കം BJP RSS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പുലർച്ചെ വെണ്ണക്കരയിലുള്ള EMS വായനശാല തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു. നാട്ടുകാർ കണ്ട് തീ അണച്ചതിനെ തുടർന്നാണ് വായനശാല പൂർണ്ണമായും കത്തി നശിക്കാതിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി പല്ലച്ചന CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയും ആക്രമണം നടന്നിരുന്നു. ഇന്ന് പുലർച്ചെ 1:30 മരുത റോഡ് പഞ്ചായത്ത് ഓഫീസിന് നേരെയും ആക്രമണം നടന്നു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ബോർഡ് തകർക്കുകയും അതോടൊപ്പം തന്നെ ചില്ലുകളും എല്ലാം ജനൽ ചില്ലുകളെല്ലാം അടിച്ചു തകർക്കുകയും ചെയ്തു. ഇതിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ആംബുലൻസിന്റെ ചില്ലുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷ എല്ലാ മേഖലയിലും ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ വ്യാപാരികൾക്ക് തുറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷ ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് ഓഫീസ് ആക്രമിച്ച പശ്ചാത്തലത്തിൽ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും ശക്തമായ സുരക്ഷ ഒരുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരി, സിജു കണ്ണൻ പാലക്കാട് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടിയാണ് നമ്മളോട് പങ്കുവച്ചത്. ഒരിടവേള. കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ചേരുന്നുണ്ട്. ജില്ലയിൽ KSRTC സർവീസ് നടത്തുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇന്നലെ KSRTC സർവീസ് നടത്തുന്നതിനിടെ അപ്രഖ്യാപിത ഹർത്താൽ RSS അനുകൂലികൾ ഇതിൽ ഹർത്താൽ അനുകൂലികൾ പ്രഖ്യാപിക്കുകയും അവർ ബസ്സിന് നേരെ വ്യാപകമായ ആക്രമണം നടത്തി. ഏതാണ്ട് 13ഓളം KSRTC ബസ്സുകളാണ് തകർത്തത്. പല ബസ്സുകളുടെയും ചില്ല് തകർന്ന നിലയിലാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് യാത്രക്കാർക്ക് പരിക്ക് ഏൽക്കാതിരുന്നത്. അതേസമയം ഡ്രൈവർമാർക്കൊക്കെ ചില നിസ്സാര പരുക്കുകൾ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ സർവീസ് നിലച്ചതുപോലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. പമ്പയിലേക്ക് സർവീസ് ആരെങ്കിലും ഭക്തരെത്തിയാൽ വിടാമെന്നുള്ളതാണ് KSRTCയുടെ ഒരു കണക്കുകൂട്ടൽ. എന്നാൽ ഇതുവരെ ശബരിമലയിലേക്ക് പോകാനായി പ്രത്യേകിച്ച് ഹർത്താലിന്റെ ഒരു സാഹചര്യത്തിൽ ആരും തയ്യാറാവുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അകമ്പടി ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 3 സ്വകാര്യ ബസ്സുകൾക്ക് നേരെയും ഇന്നലെ കല്ലേറുണ്ടായി. അതും തകർന്ന നിലയിലാണ്. ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലുള്ളത്. ഇന്നലെ രാത്രി കുണ്ടറയിൽ പാർട്ടി ഓഫീസിന് നേരെയും പട്ടാഴിയിൽ പാർട്ടി ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. അവിടെ പോലീസ് ജീപ്പിന് നേരെ എറിഞ്ഞ കല്ല് പതിച്ച് ആ പോലീസ് ജീപ്പും തകർന്ന നിലയിലാണ്. കുട്ടിയത്ത് ബസ്സിന് നേരെ കല്ലെറിഞ്ഞവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ RSS സംഘം കൊട്ടിയം CI അജയനാഥ് SI അനൂപ് മറ്റു പോലീസുകാരെ വളഞ്ഞിട്ട് ആക്രമിച്ചു. മാരകായുധങ്ങളുമായുള്ള ആക്രമണത്തിൽ SI അനൂപിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിലാണ്. CI അജയനാഥിന്റെ കൈക്ക് എല്ലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. മറ്റുള്ള കരുനാഗപ്പള്ളിയിൽ 6 പോലീസുകാർക്കാണ് തലയ്ക്ക് പരിക്കേറ്റത്. കല്ലേറിലാണ് പരിക്കേറ്റത്. അവിടെ കടകൾ മുഴുവനും അടിച്ചു തകർത്തു. ഇതേ തുടർന്ന് അവിടെ ആളുകൾ സംഘടിക്കുകയും കട തുറക്കണമെന്നുള്ള വാശിയിലാണ്. അതേസമയം പേരയത്ത് ഇന്ന് രാവിലെ കടകൾ മുഴുവനും തുറക്കുകയും സാധാരണ ജനജീവിതത്തിലേക്ക് ആ ഒരു ഗ്രാമം ഇപ്പോൾ ഒരു മോഡലായി ഒരു മാതൃകയായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതേസമയം കൊല്ലത്ത് നഗരത്തിൽ ഇതുവരെ കടകമ്പോളങ്ങളൊന്നും തുറന്നിട്ടില്ല. അത് ഒരു
10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 11 മണിയോടുകൂടി മാത്രമേ ഇക്കാര്യത്തിൽ നമുക്കൊരു ഒരു ഏകദേശ ചിത്രം ലഭിക്കുകയുള്ളൂ. 11 മണിക്കാണ് ഹർത്താൽ അനുകൂലികളുടെ ഒരു പ്രകടനം, അനാവശ്യ ഹർത്താലിന്റെ ഇതിന് വേണ്ടിയുള്ള ഒരു പ്രകടനം നടത്താൻ പോകുന്നത്. എന്തായാലും പോലീസ് എല്ലാ സ്ഥലങ്ങളിലും ജാഗ്രത പാലിക്കുന്നുണ്ട്, നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. RSS നേതാക്കന്മാരുടെയും BJP നേതാക്കന്മാരുടെയും ഫോൺ കോളുകളും ഇവരുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇവരുടെ പ്രചരണം മുഴുവനും പോലീസ് ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും പോലീസിന്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാർ കുറവാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർ മറ്റ് സ്വകാര്യ വാഹനങ്ങളിലും മറ്റുമാണ് വീടുകളിലേക്ക് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത്. രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ എറണാകുളം, കൊച്ചി ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, എങ്ങനെയാണ് കടകളൊക്കെ രാവിലെ തന്നെ സജീവമായി പ്രവർത്തിപ്പിക്കാൻ വ്യാപാരികൾ എറണാകുളത്ത് പ്രത്യേകിച്ചും തീരുമാനിച്ചിരുന്നതായി വിഷ്ണു രാവിലെ നൽകിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? എറണാകുളം ജില്ലയിൽ ഹർത്താൽ ദിനത്തിലും സ്വകാര്യ വാഹനങ്ങൾ വളരെ വ്യാപകമായി നിരത്തിലിറങ്ങുന്നുണ്ട്. കടകൾ കലൂരിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ കടകൾ തുറന്നിട്ടുണ്ട്. എന്നാലും ചിലയിടങ്ങളിൽ, അതായത് BJP RSS സ്വാധീന മേഖലകളിലാണ് അല്പം ആശയക്കുഴപ്പമുള്ളത്. ഇവിടെയും കടകൾ ഉടൻ തുറക്കുമെന്നാണ് വ്യാപാരികൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഹർത്താലിനോട് സഹകരിക്കില്ലെന്നും ഹർത്താൽ ദിനത്തിൽ കടകൾ തുറന്ന് ഹർത്താൽ ബഹിഷ്കരിക്കുമെന്നും വ്യാപാരി വ്യവസായി സമിതിയും അതുപോലെ സംയുക്ത വ്യാപാരി വ്യവസായി സംഘടനകളുടെ സംയുക്ത സമിതിയും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. ഓട്ടോ ടാക്സികളും ഇത്തരത്തിൽ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ ബസ്സുകളോ KSRTC ബസ്സുകളോ ഇത്തരത്തിൽ സർവീസ് നടത്തിയിട്ടില്ല. എന്നാൽ കൊച്ചി മെട്രോ നഗരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. അതിൽ യാതൊരു മുടക്കമോ മാറ്റമോ ഇല്ല. കൂടാതെ പോലീസ് അവരുടെ വാഹനത്തിൽ ആവശ്യക്കാരെ അതാത് സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കാനും അതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നഗരത്തിൽ ഉൾപ്പെടെ പോലീസ് കനത്ത കാവലാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം കലൂരിൽ ഉൾപ്പെടെ ചില പ്രദേശങ്ങളിൽ കടകൾ പൂർണ്ണമായും സാധാരണ ദിവസങ്ങളിലേതുപോലെ തുറന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയുമുണ്ട്. ഹർത്താൽ ജനങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിച്ച ഒരു കാഴ്ച കൂടിയുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി എറണാകുളം ജില്ലയിൽ യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നലെ രാത്രി എറണാകുളം ജില്ലയിൽ തന്നെ CPIM-ന്റെ ഒരു പാർട്ടി ഓഫീസിന് നേരെ 2 അംഗ സംഘം കല്ലേറ് നടത്തിയിരുന്നു. ആർക്കും പരിക്കില്ലെങ്കിലും ഓഫീസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കൂടാതെ ഇതിനുശേഷം മറ്റ് പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പോലീസിന്റെ ജാഗ്രത വർദ്ധിച്ചു. ആലുവയിലും അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലും വാഹനം തടയാൻ ശ്രമിച്ച 2 RSS പ്രവർത്തകരെ, 2 വീതം RSS പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തായാലും വലിയ രീതിയിൽ കടകൾ അടപ്പിക്കാനുള്ള ഒരു ശ്രമം അത് പോലീസ് യാതൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാതെ. ശരി, വിഷ്ണു പ്രസാദാണ് എറണാകുളത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശരി, ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വാർത്തയിലേക്ക് കൂടി നമ്മൾ എത്തിയിട്ടുണ്ട്.